ഹലോ ഗായ്സ്, ഇന്ന് പെരുന്നാൾ തലേന്നത്തെ വിശേഷങ്ങളാണ്. നമ്മളിതാ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഉമ്മച്ചിന്റെ വാപ്പച്ചിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇഫ്താറിന്റെ പ്രിപ്പറേഷൻസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇത് അപ്പോഴേക്കും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പെരുന്നാൾ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആണ്. എന്റെ കസിൻ ആയിട്ടുള്ള സൈദത്താത്തെ മക്കളും അബുദാബിന്ന് ഈദ് കൂടാൻ വേണ്ടിയിട്ട് ഒമാനിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് കുറേ വർഷങ്ങളായിട്ടോ. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് ആണ് ഈ കാണുന്നത്. അങ്ങനെ ഇഫ്താറിന്റെ ടൈം ആയിട്ടുണ്ട്. ഇക്കൊല്ലത്തെ റമദാനിലെ അവസാനത്തെ ഇഫ്താർ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കഴിഞ്ഞു. പെരുന്നാളിന് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ തലേന്നൊരു പണിയാണ്, ഷെയ്പ്പയിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഇത്താത്തതാ അതൊക്കെ ചെയ്യുന്നുണ്ട്. പിള്ളേർ ഇവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടോ. നല്ല നാടൻ ചോറും നല്ല മുരിങ്ങാക്കോലിട്ട് ചെമ്മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ കൂട്ടി എത്ര കാലമായിന്ന് അറിയോ ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് സംതൃപ്തിയായിട്ടിരിക്കുമ്പോഴാണ് ഉമ്മച്ചിയുടെ ഭാഗത അച്ചാറ്. ഉമ്മച്ചിക്ക് ഇങ്ങനെ അച്ചാറൊക്കെ ഇട്ടൊക്കെ നല്ല ഇഷ്ടമാണ്. ഞാനും ഇത്താത്തയും കൂടി അവിടെ പോയി വരുമ്പോൾ ഒരു കുപ്പി അച്ചാറ് എന്തായാലും കയ്യിലുണ്ടാവും. ഇത്തവണ അബുദാബിക്ക് കൊടുത്തു വിടാനും ഉമ്മച്ചി മറന്നില്ല. പിന്നെതാ പെരുന്നാൾ തലേന്നത്തെ മെയിൻ സംഭവം മൈലാഞ്ചി ഇടല്. നമുക്ക് പിന്നെ മൈലാഞ്ചി ഇടാൻ നല്ലോണം അറിയാവുന്നതുകൊണ്ട് സ്റ്റെൻസിൽ യൂസ് ചെയ്താ ഇതൊക്കെ ചെയ്തത്. അതിനിടയിൽ പഞ്ചൂസും മമ്മൂസും കൂടി വാപ്പച്ചിയുടെ ഷോപ്പിൽ കൗണ്ടറിൽ പോയി ഇരിക്കുന്നുണ്ട്. മമ്മൂസിന് ഐറ്റംസ് ഒക്കെ സ്കാൻ ചെയ്യാനാണെങ്കിൽ പഞ്ചൂസ് പൈസ മേടിക്കുന്നുണ്ട്. അതിനിടയിൽ പെട്ട് നിൽക്കുന്ന വാപ്പച്ചി. മൈലാഞ്ചി ഒക്കെ ഇട്ട് ക്ഷീണിച്ച് നമ്മളിതാ സാധനങ്ങളൊക്കെ എടുത്ത് റൂമിലോട്ട് തിരിച്ചു പോവുകയാണ്. ഇനി നാളെ പെരുന്നാളിന് കാണാട്ടോ.